തൃശൂർ വിയ്യൂരിൽ കസ്റ്റഡിയിൽ നിന്ന് കൊടും കുറ്റവാളി ചാടിപ്പോയത് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടുകൂടിയെന്ന് സംശയം. പോലീസ് പറഞ്ഞ സമയത്തിൽ വ്യക്തത കുറവുണ്ട്. രക്ഷപ്പെട്ട രീതിയിലും പോലീസിന് സംശയമുണ്ട്. ഇന്ന് രാവിലെയാണ് തമിഴ്നാട്ടിൽ തെളിവെടുപ്പിന് ശേഷം വിയ്യൂരിലെത്തിച്ച പ്രതി ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോകുന്നത്. സനു കെ സജീവ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സനു. നേരത്തെ തന്നെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണോ ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് പോലീസിന്റെ സംശയം, അല്ലേ? ദേവിക, എന്തായാലും വളരെ സമർത്ഥനായിട്ടുള്ള തസ്കരനാണ്, അല്ലെങ്കിൽ ഒരു കവർച്ചക്കാരനാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ബാലമുരുകൻ്റെ ഈ കാണാതെ പോയത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു സാഹചര്യം കൃത്യമായിട്ട് കേരള പോലീസ് പഠിക്കുകയാണ്. അതായത് ഇന്നലെ വൈകിട്ട് 10:30 ഈ ബാലമുരുകൻ എന്ന് പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള മോഷ്ടാവ് പോലീസിൻ്റെ കയ്യിൽ നിന്നും, അതായത് തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ഇവരുടെ വിയ്യൂരിലേക്കുള്ള യാത്രാമധ്യേ ഈ ബാലമുരുകന് ഭക്ഷണം കഴിക്കണമെന്ന് ആദ്യം തമിഴ്നാട് പോലീസിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് അവർ ഒരു ഭക്ഷണശാലയിൽ, ഒരു ഹോട്ടലിൽ നിർത്തി ഇദ്ദേഹത്തിന് ഈ പറയുന്ന ബാലമുരുകൻ എന്ന് പറയുന്ന ഈ കവർച്ചക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ഈ ബാലമുരുകൻ്റെ കയ്യിൽ വിലങ്ങ് ധരിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സംശയങ്ങൾ ഏറ്റവും കൂടുതൽ ജനിപ്പിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഈ ബാലമുരുകൻ തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ഈ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ തൊട്ട് മുന്നിൽ, അതായത് ജയിലിൻ്റെ കവാടവുമായിട്ട് ഏകദേശം 50 മീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് ഇയാൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും, അല്ലെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. അതിന് കാരണമായിട്ട് പോലീസ് പറയുന്നത്, തമിഴ്നാട് പോലീസ് നിരത്തുന്ന വാദങ്ങൾ, ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ മൂത്രശങ്ക ഉണ്ടായി. തുടർന്ന് ഇദ്ദേഹത്തിനെ ആ റോഡ് സൈഡിൽ ഇറക്കിയപ്പോൾ കാറിൻ്റെ ഡോറ് തുറന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ തമിഴ്നാട് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കേരള പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വിയ്യൂർ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഈ ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസിൻ്റെ ചില സംശയങ്ങൾ, ഈ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുമായിട്ട് എത്തുമ്പോൾ മദ്യപിച്ചിരുന്നോ എന്നുള്ളത് ഒരു പ്രധാന സംശയമാണ്. ഒപ്പം തന്നെ ബാലമുരുകൻ ആദ്യം ഓടിക്കേറിയത് സെൻട്രൽ ജയിലിൻ്റെ കവാടം, അതായത് അല്ലെങ്കിൽ അതിൻ്റെ മതിൽക്കെട്ടുകളാണ് ആദ്യം ചാടിക്കിടക്കുന്നത്. തുടർന്ന് ജയിലിലേക്ക് തന്നെയാണ് താൻ ചാടിയതെന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് അയാൾ തിരിച്ച് റോഡിലേക്ക് ചാടുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ 3 ഉദ്യോഗസ്ഥരും ഈ മതിൽ ചാടുന്നു. പിന്നീട് അവർ തിരിച്ചു ചാടുന്നതിന് വേണ്ടി ഏതാനും സമയമെടുത്തു. ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള മോഷ്ടാവ് രക്ഷപ്പെട്ടു പോകുന്നു. ഒപ്പം തന്നെ തമിഴ്നാട് പോലീസ് പറയുന്നത് ഇയാൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന, അല്ലെ ആ സമയത്ത് ആ റോഡ് വഴി കടന്നു വന്ന ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് ഇവർ നിരത്തിയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് കരുതിക്കൊണ്ട് പോലീസിൻ്റെയും ഒപ്പം തന്നെ ജയിൽ വകുപ്പിൻ്റെയും അവിടുത്തെ തടവുകാരുടെ നേതൃത്വത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിനകം അരിച്ചു പെറുക്കുകയാണ്. കാട് പിടിച്ച് കിടക്കുന്നവിടം, പച്ചക്കറി കൃഷിയുള്ള പ്രദേശമുണ്ട്. അങ്ങനെ ആ സമൂലമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ജയിൽ വളപ്പിനുള്ളിൽ നടത്തുകയാണ്. 140 ഏക്കർ വരുന്നതാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. അതിൻ്റെ എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കുന്നതിനൊപ്പം തന്നെ ഇതിന് പുറത്തും ജില്ല കടന്നു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ, അതായത് ഈ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ അയാൾ ജില്ല വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജില്ലാ അതിർത്തികളും അതേപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും പോലീസ് കൃത്യമായി പരിശോധിക്കുകയാണ്.